ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്ക് ഇന്ന് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് പുരിയും ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഒരു കളർ അങ്ങനെ പാലറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഔട്ട്ലൈൻ ആയിട്ട് ഞാൻ അങ്ങനെ പുരിയത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് പുരിയത്തിൻ്റെ ഒരേ അളവിൽ കൃത്യമായിട്ട് ഇടാനായിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പുരിയ ലാസ്റ്റ് എഴുതി വരുന്ന സമയത്ത് രണ്ട് കളറിൽ രണ്ട് ഷേപ്പിലൊക്കെ ആയിട്ടിരിക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റായിട്ട് നമ്മുടെ പുരികം നമ്മുടെ ഫേസിന് ഏത് രീതിയിൽ എഴുതുമ്പോഴാണ് മാച്ച് ആവുന്നത് അതനുസരിച്ച് വേണം കേട്ടോ എഴുതാനായിട്ട്. ചിലരുടെ പുരികം ചെറിയതായിട്ട് ഫേസിലുള്ളതാവും കാണാൻ കുറച്ച് ഭംഗി, എന്നൊക്കെ ചിലർക്ക് ഇത്തിരി വലിപ്പത്തിൽ പിരിക എഴുതിയപ്പോഴാവും കാണാൻ നല്ലതല്ലേ. അതേപോലെ നമ്മുടെ ഫേസിന് ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ പിരിക എഴുതാനായിട്ട്. എന്നിട്ട് നമ്മൾ ഐബ്രോ ഇതാ ഈ ഒരു സൈഡ് വന്നിട്ട് ഈ ഒരു പാലറ്റിൽ ഇത് ആ കളറായിട്ടോ ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിട്ട് കൊടുക്കണത്. അതായത് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഡാർക്ക് കളറിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഒറിജിനൽ അല്ലാത്ത പോലെ തോന്നും കേട്ടോ നമ്മുടെ പുരികം. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ലുക്ക് തോന്നുവേ. അതുകൊണ്ട് ആ ഒരു സൈഡിൽ നമ്മൾ ലൈറ്റ് കളറിൽ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു അറ്റം വന്നിട്ട് നല്ല രീതിയിൽ എനിക്ക് ഇത്തിരി ഡാർക്ക് കളറിൽ ഇരിക്കുന്ന ഇഷ്ടം കേട്ടോ പുരിയും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കടുപ്പത്തിൽ തന്നെ എഴുതാറ്. അപ്പോൾ ഈ ഒരു അറ്റം വന്നിട്ട് നമുക്ക് ഇത്തിരി ലൈറ്റായിട്ട് എഴുതിയിട്ട് ഇവിടെ വന്നിട്ട് ഇത്തിരി കൂടി ഡാർക്കായിട്ട് എഴുതുക കേട്ടോ. ഇപ്പോൾ ഞാൻ പാലറ്റിൽ കാണിക്കുന്ന ആ ഒരു കളർ വെച്ചിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് എഴുതാറ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് ഐബ്രോ പെൻസിലാണെങ്കിൽ ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സൈഡ് വന്നിട്ട് ഇത്തിരി ഒരു ഡാർക്ക്നെസ് കുറഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. നമ്മൾ ഏത് കളറിൽ ഐബ്രോ എടുത്തിട്ട് എഴുതിയാലും കേട്ടോ. ഫൈനൽ ലുക്ക് ഇതേപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.